ഹരേ കൃഷ്ണ 7.3 മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാ വേത്തി തത്വതഃ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആർക്കെങ്കിലും റിസൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഹരേ കൃഷ്ണ പ്രഭുജി. ഓക്കെ മാതാജി. മാതാജി. ഹരേ കൃഷ്ണ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാ വേത്തി തത്വതഃ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭുജി? വായിച്ചു. മനുഷ്യരുടെ സഹസ്രേഷു സഹസ്രങ്ങളിൽ വെച്ച് കച്ചിത് ഒരാൾ സിദ്ധയെ യോഗ സിദ്ധിക്കായിട്ട് യതതി യത്നിക്കുന്ന സിദ്ധാന അഭി സിദ്ധന്മാരിലും വെച്ച് കച്ചിത് ഒരാൾ മാത്രം മാം എന്നെ തത്വതഃ വഴിപോലെ വേത്തി അറിയുന്നു. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. ഭാവാർത്ഥം: മനുഷ്യർ പല വിധത്തിലുള്ളവരാണ്. അനേകാര്യങ്ങളിൽ ഒരുവന് മാത്രമേ പരമസത്യമെന്ത്, ശരീരം എന്നാൽ എന്ത്, ആത്മാവെന്ത് എന്നെല്ലാം അറിയാൻ വ്യക്തക്കത്തക്കവണ്ണം അതീന്ദ്രിയ സാക്ഷാത്കാരത്തിൽ താല്പര്യമുണ്ടാകാറുള്ളൂ. പൊതുവെ മനുഷ്യ സമൂഹം ഭക്ഷണം, നിദ്ര, സ്വയം രക്ഷ, കാമപൂർത്തി തുടങ്ങിയ ജന്തുസഹജങ്ങളായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടു തന്നെ ജീവിതം കഴിച്ചുകൂട്ടുന്നു. അതീന്ദ്രിയജ്ഞാനങ്ങളിൽ കൗതുകമുള്ളവർ എത്രയോ ദുർലഭം. ഭഗവത്ഗീതയുടെ ആദ്യത്തെ 6 അധ്യായങ്ങൾ ഉപദേശിക്കപ്പെട്ടുള്ളത് ആർക്കുവേണ്ടിയാണെന്ന് ഇനി പറയുന്നു. ആത്മസാക്ഷാത്കാരം, പരമാത്മ സാക്ഷാത്കാരം, ജ്ഞാനയോഗം, ധ്യാനയോഗം എന്നിവയിലൂടെയുള്ള സാക്ഷാത്കാരം, ആത്മാവും പദാർത്ഥവും തമ്മിൽ വേർതിരിച്ചറിയൽ എന്നിങ്ങനെയുള്ള അതീന്ദ്രിയ ജ്ഞാനത്തിൽ താല്പര്യമുള്ളവർക്ക് വേണ്ടിയാണ്. എന്നാൽ കൃഷ്ണാവബോധം ഉള്ളവർക്കേ കൃഷ്ണനെ അറിയാൻ കഴിയും. മറ്റുള്ള അതീന്ദ്രിയ ജ്ഞാനികൾക്ക് അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകാം. കൃഷ്ണനെ അറിയുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞതത്രേ അത്. പരമപുരുഷനാണ് കൃഷ്ണൻ. അതേസമയം പരമാത്മ വിജ്ഞാനങ്ങൾക്കതീതനുമാണ്. കൃഷ്ണനെ മനസ്സിലാക്കാനുള്ള യത്നത്തിൽ യോഗികളും ജ്ഞാനികളും ആശയക്കുഴപ്പത്തിലാകുന്നു. അദ്വൈതവാദികളിൽ ശ്രേഷ്ഠനായ ശ്രീപാദ ശങ്കരാചാര്യർ പോലും തന്റെ ഗീതാഭാഷ്യത്തിൽ കൃഷ്ണനാണ് പരമപുരുഷനായ ഭഗവാൻ എന്ന് സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവ്യക്തിഗത ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കുന്നവർക്ക് കൃഷ്ണൻ സുഗ്രാഹ്യനല്ലെന്നതാണ് അതിന് കാരണം. കൃഷ്ണനാണ് പരംപുരുഷനായ ഭഗവാൻ. സർവകാരണങ്ങൾക്കും കാരണഭൂതനും ആദിപൂമാനുമായ ഗോവിന്ദനും അദ്ദേഹം തന്നെ. ഈശ്വരഃ പരമഃ കൃഷ്ണഃ സച്ചിദാനന്ദ വിഗ്രഹഃ അനാദിരാദിർ ഗോവിന്ദ സർവകാരണകാരണം. ഭക്തിയില്ലാത്തവർക്ക് അദ്ദേഹത്തെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. ഭക്തിയുടെ സേവനത്തിന്റെ വഴി എത്രയും എളുപ്പമുള്ളതെന്ന്
അവർ ഉദ്ഘോഷിക്കും. ഇത് അഭക്തന്മാർക്ക് പരിശീലിക്കാൻ കഴിയുകയില്ല. ഭക്തിമാർഗം ഇത്രയും നിഷ്പ്രയാസമാണെങ്കിൽ അവർ എന്തിന് വിഷമമുള്ള വഴിക്ക് നീങ്ങുന്നു? വാസ്തവത്തിൽ ഭക്തിമാർഗം ഒട്ടും എളുപ്പമുള്ളതല്ല. ഭക്തി എന്തെന്നറിയാത്ത അനർഹരായ മനുഷ്യർ സഞ്ചരിക്കുന്ന ഭക്തിമാർഗം സുഗമമായിരിക്കാം. എന്നാൽ നിയമ നിബന്ധനകളോടുകൂടി അത് പരിശീലിക്കുന്ന പക്ഷം ഊഹാപോഹപ്പെടുക്കളായ പണ്ഡിതന്മാർക്കും തത്വചിന്തകർക്കും ആ വഴി ഉപേക്ഷിക്കേണ്ടി വരും. ശ്രീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നു: ശ്രുതി സ്മൃതി പുരാണാദി പഞ്ചരാത്ര വിദിഗ്വിന ഐകേന്തികീ ഹരേർ ഭക്തിരുത്പാദയൈവ കൽപ്പതേ. ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, നാരദ പഞ്ചരാത്രം തുടങ്ങിയ ആരാധിക ഗ്രന്ഥങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഭഗവത് സേവനം അനാവശ്യമായൊരു സാമൂഹ്യ സ്വസ്ഥത മാത്രമായിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാനെ യശോദാപുത്രനായോ അർജുനന്റെ തേരാളിയായോ മനസ്സിലാക്കാൻ ബഹുമാനുഭൂതി നേടിയ അവ്യക്തിഗതവാദിക്കോ പരമസാക്ഷാത്കാരം സിദ്ധിച്ച യോഗിക്കോ സാധിക്കുകയില്ല. ശ്രേഷ്ഠമായ ദേവന്മാരും കൃഷ്ണനെ ശരിക്ക് അറിഞ്ഞില്ലെന്ന് വരാം. മുഹ്യന്തി യത് സുരയഃ മാം തു വേദ ന കശ്ചന എന്ന യഥാരൂപത്തിൽ ആരും അറിയുന്നില്ല എന്ന് ഭഗവാൻ സ്വയം പറയുന്നുണ്ട്. അദ്ദേഹത്തെ ഒരാൾ അറിഞ്ഞെന്നു വന്നാൽ സ മഹാത്മാ സുദുർലഭഃ. അങ്ങനെയുള്ള ഒരു മഹാത്മാവ് വളരെ വിരളമാണ്. ഭഗവാനെ ഭക്തിപൂർവ്വം സേവിക്കുന്നവർക്കൊഴികെ മറ്റാർക്കും അവിടുത്തെ യാഥാർത്ഥ്യമറിയാൻ വയ്യ. തത്വതഃ വിശിഷ്ടരായ പണ്ഡിതന്മാർക്കും തത്വചിന്തകർക്കും കൂടി ആജ്ഞേയനാണ് കൃഷ്ണൻ. സർവകാരണങ്ങൾക്കും കാരണഭൂതനായ സർവവ്യാപിയായ കൃഷ്ണന്റെ അചിന്ത്യങ്ങളും ദിവ്യങ്ങളുമായ ഗുണങ്ങളുടെ പ്രഭാവം, ഐശ്വര്യം, യശസ്, ഭക്തി, സൗന്ദര്യ, ജ്ഞാനം, ത്യാഗം എന്നിവ കുറച്ചെങ്കിലും അറിയാൻ അവിടുത്തെ ശുദ്ധഭക്തന്മാർക്കേ കഴിയും. അതിന് കാരണം ഭക്തരിൽ കൃഷ്ണനുള്ള അളവറ്റ കാരുണ്യമാണ് താനും. ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ പരമ കാഷ്ഠയത്രേ കൃഷ്ണൻ. അദ്ദേഹത്തെ നിജാവസ്ഥയിൽ അറിയുന്നത് ഭക്തന്മാർ മാത്രം. അതുകൊണ്ട് ഇപ്രകാരം പറയപ്പെടുന്നു: അധഃ ശ്രീകൃഷ്ണനാമാദി ന ഭവേത് ഗ്രാഹ്യമിന്ദ്രിയൈ സേവോർമുഖേ ഹി ജിഹ്വാദോ സ്വയമേവ സ്ഫുരതത്യതഃ. സ്ഥൂലേന്ദ്രിയങ്ങൾ കൊണ്ട് കൃഷ്ണനെ അറിയുവാൻ ആർക്കും സാധ്യമല്ല. പ്രേമപൂർവം തന്നെ സേവിക്കുന്നവരിൽ കരുണ തോന്നി അവിടുന്ന് അവർക്ക് സ്വയം തന്നെ വെളിപ്പെടുത്തുന്നു. ഭക്തിരസാമൃത സിന്ധു 1.2-3-4. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓക്കെ, നമുക്ക് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നോക്കാം. മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. മനുഷ്യാനാം സഹസ്രേഷു, ശത എന്ന് പറഞ്ഞാൽ 100, സഹസ്ര എന്ന് പറഞ്ഞാൽ 1000. മനുഷ്യാനാം സഹസ്രേഷു, ആയിരക്കണക്കിന് മനുഷ്യര്, കശ്ചിത് യതതി സിദ്ധയേ, എന്താണ് അവർ ചെയ്യുന്നത്? സിദ്ധി നേടാൻ വേണ്ടി അവര് പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. കശ്ചിത് യതതി സിദ്ധേ യതതാം അപി സിദ്ധാനാം, ആ പരിശ്രമിക്കുന്നവരിൽ വളരെ ചുരുക്കം ചിലവർ, കശ്ചിൻ മാം വേത്തി തത്വതഃ, കശ്ചിൻ മാം എന്നെ, വേത്തി മനസ്സിലാക്കാൻ, എങ്ങനെ? പൂർണ്ണമായിട്ട്, തത്വതഃ ഇൻ ട്രൂത്ത്, എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ വളരെ വിരളമാണ്. പിന്നെ അത് കശ്ചിത് യതതി സിദ്ധയെ, മനുഷ്യാനാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയെ, പെർഫെക്ഷൻ, അതായത് പെർഫെക്ഷന് വേണ്ടി പ്രയത്നിക്കുന്നവര്, സിദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്നവര് കുറച്ച് പേരേ ഉള്ളൂ. ആ പെർഫെക്ഷൻ തന്നെ അത് ഓരോ വ്യക്തിനനുസരിച്ചിരിക്കും. ചിലവര് അവരുടെ മെന്റാലിറ്റി എന്ന് പറയുന്നത് അവരുടെ എന്താ പറയാ, അവരുടെ മെറ്റീരിയലിസ്റ്റിക് കംഫേർട്സ് കൂട്ടണം. അപ്പൊ അതിനു വേണ്ടി അവർ പ്രയത്നിക്കും.
അല്ലെങ്കിൽ ചിലവർക്ക് ജ്ഞാനത്തിലൂടെ അവർക്ക് പരമസത്യം എന്താണെന്ന് അറിയാൻ, അതായത് ജ്ഞാനയോഗീസ്, അവരുടെ സിദ്ധി എന്ന് പറയുന്നത് വേറെ ലെവലായിരിക്കും. അതുപോലെ തന്നെ കർമ്മയോഗികളുടെ പെർഫെക്ഷൻ എന്ന് പറയുന്നതും വേറെ ആയിരിക്കും. അപ്പോൾ ഇവിടെ സിദ്ധി എന്ന് ചിലവർ മിസ്റ്റിക് പെർഫെക്ഷൻസിന് വേണ്ടിയിട്ട്, മിസ്റ്റിക് യോഗ, അതിൽ പെർഫെക്ഷൻ നേടാൻ തുനിയുന്നവരായിരിക്കും. അപ്പം അങ്ങനത്തെ പലതരം ആൾക്കാരിൽ നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഭഗവാൻ ആര് എന്നവർക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇവിടെ ഭഗവാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്, ഭഗവാനെ പറ്റിയുള്ള ആ ജ്ഞാനം അത് നേടുക എന്ന് പറയാൻ വളരെ അപൂർവം ചിലവർക്ക് മാത്രമേ കിട്ടുന്ന ഒരു സൗഭാഗ്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ നോളജ് വളരെ റെയർ എന്ന് പറയുന്നത്? ഇവിടെ ഭഗവത്ഗീത എല്ലാവർക്കും അവൈലബിൾ ആണ്. ഭഗവത്ഗീത അതിനകത്ത് വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഈ നോളജ് വളരെ റെയർ എന്ന് പറയുന്നു? കാരണം മിക്ക ആൾക്കാരും ഏത് തലത്തിൽ കിടക്കുന്നവരാണ്? കർമ്മകാണ്ഡ അല്ലെങ്കിൽ അതിനും താഴെ കിടക്കുന്ന ആൾക്കാരാണ്. അതായത് ആഹാര, ഭയ, നിദ്ര, മൈഥുന, ഇതിൽ മാത്രം താല്പര്യമുള്ള വ്യക്തികളാണ് ഭൂരിഭാഗവും. ഇനി അതിന് മേലെയുള്ള ആൾക്കാരാണെങ്കിലോ, അതായത് പയസായിട്ടുള്ള റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലോ, അവരെന്തിനാ ശാസ്ത്രത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്? അവരുടെ മെറ്റീരിയൽ ലൈഫ് എങ്ങനെ അതിൻ്റെ ക്വാളിറ്റി കൂട്ടാം, അതിനു വേണ്ടി അവർ ശാസ്ത്രത്തിൻ്റെ നിയമങ്ങളൊക്കെ പാലിക്കുന്നത് അതിനു വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇത് നമ്മൾ ഏത് റിലിജൻ എടുത്ത് നോക്കിയാലും ഇത് തന്നെയാണ് കാണുന്നത്. ഇപ്പം നമുക്ക് നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാൻ സാധിച്ചാൽ ഉടനെ പൊതുവെയുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണ്? ആ വ്യക്തിക്ക് ഭഗവാന്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണ് അങ്ങനെ അവർക്ക് നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുന്നത് എന്നൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ പൊതുവെയുള്ള ഒരു ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത് അർത്ഥ കാമ ഇതിനു വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഭൂരിഭാഗം ആൾക്കാരും അവർ ആ ലെവലിൽ സ്റ്റക്കാവും. അതിനെയാണ്, ആ ലെവൽ ആൾക്കാരെയാണ് നമ്മൾ കർമ്മകാണ്ഡികൾ എന്ന് പറയുന്നത്. പക്ഷേ വളരെ ചുരുക്കം ചിലവർ, അതായത് ബുദ്ധിയുള്ളവർ, ശാസ്ത്രം പറയുന്നതാണ്, ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തികൾ, അവർ ചിന്തിക്കുന്നത് വേറെ തലത്തിലാണ്. അവരെങ്ങനെ ചിന്തിക്കുക? ഞാൻ എന്തുകൊണ്ട് ഈ ലോകത്തിൽ ജന്മം എടുത്തു? ഞാൻ എന്തുകൊണ്ട് ഇവിടെ സഫർ ചെയ്യുന്നു? എന്തുകൊണ്ട് ഇത്രയും ക്ലേശങ്ങൾ ഞാൻ അനുഭവിക്കേണ്ടി വരുന്നു? അങ്ങനെ ചിന്തിക്കുന്ന വളരെ ചുരുക്കം ചില ആൾക്കാരുണ്ട്. അവര് സത്യം എന്താന്ന് കണ്ടെത്താനുള്ള ശ്രമം അവർ തുടങ്ങും. അതിൽ വളരെ ചുരുക്കം ചിലവർ മാത്രം ഈ പറഞ്ഞ കശ്ചിൻ മാം വേത്തി തത്വതഃ, ഭഗവാൻ ആരെന്ന് ഭഗവാൻ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. ഇപ്പം നേരത്തെ നമ്മൾ പഠിച്ചതാണ്, യോഗികൾ പല ലെവൽ ഓഫ് യോഗികളുണ്ട്. അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും 3 തലത്തിലാണ്, അല്ലേ? ആദ്യത്തെ എന്തുവാ? ഫസ്റ്റ് ലെവൽ എന്താണ്? പരമസത്യം, ഓക്കെ, ഇതാണ് എന്ന് മനസ്സിലാക്കുന്നത് ഏത് കൂട്ടരെയാണ് നമ്മൾ പറയുന്നത്? ബ്രഹ്മവാദികൾ, അല്ലേ? ബ്രഹ്മനാണ് പരമസത്യം എന്നാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. രണ്ടാമത്തതോ? പരമാത്മാവാദികൾ. പിന്നെ മൂന്നാമത്തത് ഭഗവാനാണ് ആബ്സല്യൂട്ട് ട്രൂത്ത്. അപ്പോൾ ആ ലെവലിലേക്ക് എത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് കശ്ചിൻ മാം വേത്തി തത്വതഃ. ഓക്കെ, അപ്പോൾ ഭഗവാൻ ഇവിടെ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ തരികയാണ്. ബ്രേക്കിംഗ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചാനലൊക്കെ കാണില്ല. ചിലവർക്ക് ഈ ബ്രേക്കിംഗ് ന്യൂസ് ഒക്കെ ഭയങ്കര താല്പര്യമാണ്. അതിനുവേണ്ടി നോക്കി നിൽക്കുന്ന ചില ആൾക്കാർ. കാരണം ആ ന്യൂസ് കിട്ടിയ ഉടൻ തന്നെ അവർ വാട്സാപ്പ് ചെയ്യും, അവർ ബാക്കിയുള്ളടത്ത് മെസ്സേജ് ചെയ്യും. കാരണം അവർക്ക് ആദ്യം ഇൻഫർമേഷൻ കിട്ടണം, എന്നിട്ട് അവരിലൂടെ അവർക്ക് മറ്റുള്ളവർക്ക് ഈ ഇൻഫർമേഷൻ അവർക്ക് സ്പ്രെഡ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അതുപോലെ
ഭഗവാൻ ഇവിടെ വളരെ ഒരു സെലക്ട് ആൾക്കാർക്ക് മാത്രമാണ് ഈ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൊടുക്കുന്നത്. അതിൽ ഒരാളാണ് അർജുനൻ. കാരണം അർജുനൻ ഭഗവാന്റെ ഭക്തനും സുഹൃത്തുമായതുകൊണ്ടാണ് അർജുനന് ഈ ഇൻഫർമേഷൻ കൊടുക്കുന്നത്. സോ നമുക്ക് അർജുനന്റെ ആ ഒരു മൂഡിലേക്ക് കയറിയാൽ മാത്രമേ ഭഗവാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും കഴിയുള്ളൂ. ശ്രീല പ്രഭുപാദിന്റെ ഭാവാർത്ഥം എടുത്ത് നോക്കിയാൽ ഇതിനകത്ത് പ്രഭുപാദ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇതിനകത്ത് എഴുതുന്നുണ്ട്. അതായത് ഞാൻ ഇംഗ്ലീഷ് പുറപ്പെട്ടെന്നാണ് വായിക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് മായവാദികൾ ക്ലെയിം ചെയ്യുന്നത് കർമ്മയോഗീസ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. ജ്ഞാനയോഗം എന്ന് പറയുന്നത് ഇന്റലക്ച്വൽ തലത്തിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രം ആണ് ജ്ഞാനയോഗം. ഇത് മായവാദികളുടെ അവകാശങ്ങളെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. അഷ്ടാംഗ യോഗികളാണെങ്കിലോ, അതായത് ഒരുപാട് ഓസ്റ്ററിറ്റീസ് തപശ്ചര്യമൊക്കെ എടുക്കാൻ സാധിക്കുന്നവർക്കാണ് അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത്. അതേസമയം ഭക്തി യോഗ എന്ന് പറയുന്നതോ ഇതിലൊന്നും പെടാത്ത കൂട്ടിട്ട്, അതായത് വളരെ ഇമോഷണൽ, വളരെ സെന്റിമെന്റൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഭക്തി യോഗ എന്നാണ് മായവാദികൾ പറയുന്നത്. ഇത് ശരിയാണോ? ശരിയാണോ? അപ്പം ഭക്തി എന്ന് പറയുന്നത് വെറും സെന്റിമെന്റാലിറ്റി അല്ല എന്ന് ആദ്യം, വെറും ഒരു ഇമോഷണൽ ഒരു പാത്താണെന്ന് നമ്മൾ ധരിക്കരുത്. ആക്ച്വലി ഭക്തി എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ആ സെന്റിമെന്റ്സ് വളരെ പ്യൂരിഫൈഡ് ആയി കഴിയുമ്പോൾ, വളരെ പ്യൂരിഫൈഡ് ആയിട്ടുള്ള എൻറിച്ച്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സിനെയാണ് ശരിക്കും ഭക്തി എന്ന് പറയുന്നത്. അപ്പം ഇവർ പറയുന്നതനുസരിച്ച്, ഇവർ മായവാദികൾ അവകാശപ്പെടുന്നത് ശരിയാണെങ്കിൽ ഭക്തി യോഗ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അവർ ഭക്തി ഫോളോ ചെയ്യുന്നില്ല? ഭക്തി യോഗ വളരെ എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സ് ആണെങ്കിൽ, അത് വെറും വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ, അങ്ങനെ ഈസി ആയിട്ടുള്ള ഒരു പാത്ത് ആണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എല്ലാവർക്കും ഇത് ഫോളോ ചെയ്തുകൂടാ? എന്തിന് വെറുതെ ജ്ഞാനയോഗ ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അഷ്ടാംഗ യോഗ എന്തിന് ഫോളോ ചെയ്യണം? ഇപ്പൊ നമുക്ക് ഒരു മൗണ്ടന്റെ പീക്കിൽ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ 2 വഴികളുണ്ട്. ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു വഴിയുണ്ട്, എളുപ്പത്തിൽ പോകാവുന്നൊരു വഴിയുണ്ട്. നാച്ചുറലി നമ്മൾ എളുപ്പമായിട്ടുള്ള ആ പാതയല്ലേ നമ്മൾ ചൂസ് ചെയ്യുള്ളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭക്തി യോഗ ഒരു രീതിയിൽ നോക്കിയാൽ എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. പക്ഷേ അത് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സും കൂടെയാണ്. കാരണം ഭക്തി നമുക്ക് ശരിക്കും പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരുപാട് റൂൾസും റെഗുലേഷൻസും ഉണ്ട് ഭക്തി യോഗയിൽ. ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നമുക്ക് ഭക്തി യോഗ പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമല്ല. അപ്പം രൂപഗോസ്വാമി ഇവിടെ ഭക്തി രസാമൃത സിന്ധുവിലെ കോട്ട് ചെയ്ത ഒരു ശ്ലോകം പ്രഭുപാദ് ഇവിടെ പേപ്പറിൽ എഴുതിയിട്ടുണ്ട്. ശ്രുതി സ്മൃതി പുരാണാദി പഞ്ചരാത്ര വിധിം വിന ഐകാന്തികി ഹരേർ ഭക്തി ഉത്പാദൈവ കൽപ്പത്തെ. ശ്രുതി സ്മൃതി പുരാണാദി. ശ്രുതി എന്ന് പറയുന്നത് നമ്മുടെ സ്ക്രിപ്റ്റേഴ്സ്, വേദങ്ങൾ, ഉപനിഷത്തുകൾ, ഇതെല്ലാം ശ്രുതികളാണ്. സ്മൃതി എന്ന് പറയുന്നത് പുരാണാസ്, പഞ്ചരാത്ര, അങ്ങനത്തെ ഉള്ള ബാക്കിയുള്ള ജനറൽ ആയിട്ടുള്ള വേദിക് സ്ക്രിപ്റ്റേഴ്സ്, അതായത് ട്രഡീഷനിലൂടെ വന്ന സ്ക്രിപ്റ്റേഴ്സ് സ്മൃതി. ശ്രുതി സ്മൃതി പുരാണ ആദി പഞ്ചരാത്ര വിധിം വിന. അതായത് ഒരു വ്യക്തി ഭക്തി ഈ വിധി പ്രകാരം പ്രാക്ടീസ് ചെയ്യാതിരുന്നാൽ, അതായത് ശ്രുതി സ്മൃതി പുരാണങ്ങൾ പഞ്ചരാത്രയിലൊക്കെ പറയുന്നത് അനുസരിക്കാതെ ഭക്തി പ്രാക്ടീസ് ചെയ്താൽ ഐകാന്തികി ഹരേർ ഭക്തി എന്ത് സംഭവിക്കും? ഉത്പതായൈവ കൽപ്പത്തെ. ഉത്പാദം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റർബൻസ്.
അവർ വെറുതെ സൊസൈറ്റിയിൽ ഒരു ശല്യമായി മാറുമായിരുന്നു, വെറുതെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക. സോ അതുകൊണ്ട് ഭക്തി യോഗ നമുക്ക് ചുമ്മാ തോന്നിയ പോലെ നമുക്ക് ഭക്തി മാർഗം നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അതിനാണ് കുറേ റൂൾസും റെഗുലേഷൻസ് ഒക്കെ ഉള്ളത്. അതനുസരിച്ച് വേണം നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യാൻ. സോ അതനുസരിച്ച് നമ്മൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഭക്തി യോഗ പറയുന്ന പോലെ എളുപ്പമായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, ഡിഫിക്കൽട്ട് തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ് എന്തുകൊണ്ട് ഭഗവാനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് വളരെ റെയറാന്ന് പറയുന്നു. കാരണം ഭഗവാനെ നമുക്ക് നമ്മുടെ ഇന്ദ്രിയങ്ങളെ വെച്ച് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? നമ്മുടെ സെൻസസ് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആയിട്ടുള്ള സെൻസസ് ആണ്. ആ ഇന്ദ്രിയങ്ങൾ വെച്ച് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുമോ? ഇല്ല, പ്യൂരിഫൈഡ് ആയ മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം ഭഗവാൻ സ്വയം വെളിപ്പെടുത്തണം, ഭഗവാൻ സ്വന്തമായിട്ട് റിവീൽ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ എത്ര ജപിച്ചു, എത്രയൊക്കെ നമ്മൾ യമനിയമങ്ങളൊക്കെ പാലിക്കുകയും നമ്മളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്താലും ഭഗവാന്റെ കാരുണ്യമില്ലാണ്ട് നമുക്ക് ഒരിക്കലും ഭഗവാനെ കാണാൻ നമുക്ക് സാധിക്കില്ല. സോ അതെല്ലാം നടക്കുന്നത് ഭഗവാന്റെ റെവലേഷനിലൂടെയാണ്, അല്ലാതെ നമ്മുടെ റീകളക്ഷൻ ഓർ റീകൺസ്ട്രക്ഷൻ ഇതിലൂടെ നടക്കില്ല. റീകളക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഓക്കെ, ഞാൻ ഇന്ന് മുതൽ ഞാൻ ഭഗവാനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാം. ഐ കീപ് ഓൺ തിങ്കിങ് ആൻഡ് തിങ്കിങ് ആൻഡ് തിങ്കിങ്. മേ ബി ഞാൻ സ്പിരിച്വൽ വേൾഡിൽ ഇതായിരുന്നു ചിലപ്പം എൻ്റെ ഭഗവാനുള്ള എൻ്റെ ഒരു സേവനം ഇതായിരുന്നിരിക്കാം, എൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ഇതായിരുന്നിരിക്കാം, എൻ്റെ റോൾ ഇതായിരുന്നിരിക്കാം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ നിരന്തരം നമുക്കിങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? നമുക്ക് സാധിക്കില്ല. സോ റീകളക്ഷനിലൂടെ നമുക്ക് സാധിക്കില്ല. ഇനി റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് സ്വപ്നം കാണുന്നത്. അതായത് നമ്മൾ പല ഇമേജുകൾ നമ്മൾ അവിടെ ഇവിടെ എല്ലാം കണ്ട ഇമേജുകളെല്ലാം നമ്മൾ സ്വപ്നത്തിൽ അതാണ് സംഭവിക്കുന്നത്. സപ്പോസ് നമ്മൾ ഒരു കുന്ന് കണ്ടു, പിന്നെ ചിലപ്പം നമ്മൾ 2-3 ദിവസം കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ സ്വർണ്ണക്കടയിൽ പോയിട്ട് ചിലപ്പോൾ ഗോൾഡ് വാങ്ങിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വപ്നത്തിൽ ഇതെല്ലാം കൂടെ മേർജ് ചെയ്യും. അപ്പോൾ ചില ഒരു ഗോൾഡൻ മൗണ്ടൻ ആയിരിക്കും ചിലപ്പോൾ നമ്മൾ സ്വപ്നം കാണുക. 2 ഇമേജസും കൂടെ കമ്പൈൻ ചെയ്യുന്നത്. സോ അതിനാണ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. സോ റീകൺസ്ട്രക്ഷനിലൂടെയും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റില്ല, റീകളക്ഷനിലൂടെയും നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കില്ല. സോ അപ്പോൾ നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതിലൂടെയാണ്? റെവലേഷനിലൂടെ മാത്രം. അതായത് ഭഗവാൻ സ്വന്തമായിട്ട് റിവീൽ ചെയ്യണം. അത് നടക്കുന്നത് വളരെ റെയർ ആയിട്ടേ നടക്കുകയുള്ളൂ. ആ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വളരെ റെയർ ആയിട്ടേ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പ്രഭുപാദ് ഇവിടെ എഴുതുന്നത് ഭഗവാനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. ആ റെവലേഷൻ എന്ന് പറയുന്നത് വളരെ റെയർ ആയിട്ടേ നടക്കുകയുള്ളൂ. ഇനി അടുത്തത് ഭഗവാൻ ഈ നോളജ്, ഈ വിജ്ഞാനം എന്ന് പറയുന്നത് വളരെ അപൂർവം ചിലവർക്കേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞതിന് ശേഷം എന്താണ് ശരിക്കും ഈ നോളജ് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇനി തുടർന്ന് ഭഗവാൻ വിവരിക്കാൻ പോകുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.